ഇൻഓർഗാനിക് കെമിസ്ട്രിയിലത്തെ തേർഡ് ചാപ്റ്റർ, അതായത് സെക്കൻഡ് ഇയറിലെ തേർഡ് ചാപ്റ്ററാണ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഫസ്റ്റ് മെറ്റലർജി, സെക്കൻഡ് പി ബ്ലോക്ക് എലമെൻറ്റ്സ്, തേർഡ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പോൾ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് നോട്ട്സ് എല്ലാവരും എടുക്കുക. നോട്ട്സ് ഇല്ലാതെ ഇത് ചെയ്യാനാവില്ല. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഓക്കെ, നമുക്കറിയാം ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൽ അതിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3D സീരീസ് ഉണ്ട്, 4D ഉണ്ട്, 5D ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് 6D സീരീസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാവരും എഴുതി. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS1 to 2, N-1 D 1 to 10. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS1 to 2, N-1 D 1 to 10. അത് 3D സീരീസ് ആണെങ്കിൽ 4S1 to 2, 3D 1 to 10. 4S1 to 2, 3D 1 to 10. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്കറിയാം സ്കാൻഡിയം ടു സിങ്ക് അല്ലേ 3D സീരീസ്. സ്കാൻഡിയം ടു സിങ്ക് ടേബിളിൽ എല്ലാ എലമെൻസും കൊടുത്തിട്ടുണ്ട്. ഏത് 4 സീരീസ് വരെ കൊടുത്തിട്ടുണ്ട്. 3D, 4D, 5D, 6D. ഓക്കെ, നമുക്കിനി പറയേണ്ടത് എല്ലാ ട്രാൻസിഷൻ എലമെൻസിനും അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ബാലൻസ് ഷെല്ലിൽ ഡി ഓർബിറ്റലിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അല്ലെങ്കിൽ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എന്തുണ്ടാവും? ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും. പക്ഷേ സിങ്കിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 30 ആണ്. 30 ആകുമ്പോൾ ആർഗൺ എഴുതിയിട്ട് കുഴപ്പമില്ല. 4s2 3D10 അല്ലേ സിങ്ക്. Zn 2+ഓ? ഈ 4s 2 പോയി, അപ്പോൾ 3D10. ഇത് രണ്ടിലും അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് സിങ്കിനെ പൊതുവേ എന്തായി കണക്കാക്കാറില്ല? ട്രാൻസിഷൻ എലമെൻ്റ് ആയിട്ട് കണക്കാക്കാറില്ല. ട്രാൻസിഷൻ എലമെൻറ്റ്സിന് വേണ്ടുന്നത് ഒന്നിക്കിൽ അതിൻ്റെ ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ, ഇലക്ട്രോൺ നഷ്ടപ്പെടാത്ത ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഡി ഓർബിറ്റിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് വേണം. സിങ്കിന് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ സിങ്കിലുള്ളത് സിങ്ക്, കാഡ്മിയം, മെർക്കുറി 3. സിങ്ക്, കാഡ്മിയം, മെർക്കുറി അതിന് എല്ലാറ്റിനും S2 D10 ആണ് കോൺഫിഗറേഷൻ. കേട്ടോ? അപ്പോൾ അതിനെ ട്രാൻസിഷൻ എലമെൻ്റായി കണക്കാക്കാറില്ല. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നോക്കുക. ഓൺ വാട്ട് ഗ്രൗണ്ട്? ക്വസ്റ്റ്യൻ താഴത്തെ ഒന്നാമത്തെ പേജിൽ താഴത്തെ ക്വസ്റ്റ്യനാണ് ഞാൻ വായിക്കുന്നത്. ഓൺ വാട്ട് ഗ്രൗണ്ട് യു ക്യാൻ സേ ദാറ്റ് സ്കാൻഡിയം yes is a transition element but zinc is not. അല്ലേ? അപ്പോൾ സിങ്കിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു. സ്കാൻഡിയത്തിന് എന്താ ആറ്റോമിക് നമ്പർ 21 ആണ്. സ്കാൻഡിയം ആറ്റോമിക് നമ്പർ 21 ആണ്. അപ്പോൾ സ്കാൻഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ ആർഗൺ 4s2 3D1 ആണ്. 4s2 3D1 ആകുമ്പോൾ 1 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി ആ ഉത്തരം വായിച്ചാൽ മതി. ഓൺ ദി ബേസിസ് ഓഫ് ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് 3D ഓർബിറ്റൽ in case of scandium atom in its ground state at 3D1, it is regarded as a transition element. On the other hand, zinc atom has completely filled d orbitals 3D10 in its ground state as well as in its oxidized state. Hence it is not regarded as a transition element. Okay, ഇനി അടുത്തത് ട്രാൻസിഷൻ എലമെൻറ്റ്സിന് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ ഒരു ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ്. മെൽറ്റിംഗ് പോയിൻ്റ് എന്തുകൊണ്ടാണ് അങ്ങനെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസിഷൻ എലമെൻറ്റ്സിൽ ഡി ഓർബിറ്റലിൽ കൂടുതൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ കൂടാതെ NS ആണ് ലാസ്റ്റ് ഷെല്ലെങ്കിലും N-1 ഡി ഓർബിറ്റലിലും അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അതും ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ ഇൻ്റർ ആറ്റമിക് ബോണ്ട് സ്ട്രോങ് ആവും. അപ്പോൾ അതിനെ മെൽറ്റ് ചെയ്യാൻ കൂടുതൽ ടെമ്പറേച്ചർ വേണം. മനസ്സിലായല്ലോ? അപ്പോൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ടാവാനുള്ള കാരണം ഇൻ അഡീഷൻ ടു NS ഇലക്ട്രോൺ N-1 ഡി ഇലക്ട്രോൺ ക്യാൻ ഓൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ ബോണ്ടിങ്. കേട്ടോ? മെറ്റാലിക് ബോണ്ടിങ്ങിൽ അതും കൂടെ പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ കൂടുതൽ എനർജി വേണ്ടേ? അപ്പോൾ നോക്കൂ എല്ലാവരും, മെൽറ്റിംഗ് പോയിൻ്റ് ഡിപ്പെൻഡ്സ് ഓൺ സ്ട്രെങ്ത് ഓഫ് മെറ്റാലിക് ബോണ്ടിങ് അല്ലേ. സ്ട്രെങ്ത് ഓഫ് മെറ്റാലിക് ബോണ്ടിങ്
സ്ട്രെങ്ത് ഓഫ് മെറ്റാലിക് ബോണ്ടിങ് അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിൻറ്റ് എന്തായിരിക്കണം പറ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ്. അത് ക്ലിയർ ആയിട്ടില്ല ആ നോട്ടിൽ. സ്ട്രെങ്ത് ഓഫ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെങ്ത് ഓഫ് മെറ്റാലിക് ബോണ്ടിങ്. അപ്പോൾ മെൽറ്റിംഗ് പോയിൻറ്റ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഏത് അൺപെയ്ഡ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇങ്ങനെ എഴുതിയ സ്ട്രെങ്ത് ഓഫ് മെറ്റാലിക് ബോണ്ടിങ്ങിന് പ്രൊപ്പോർഷനാണ് മെൽറ്റിംഗ് പോയിൻറ്റ്, വിച്ച് ഇൻ ടേൺ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ്. ഓക്കെ. പിന്നെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഹാവ് ജനറലി ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്. ദിസ് ഈസ് ഡ്യൂ ടു NS ആൻഡ് N-1D ഹാവ് കമ്പാരബിൾ എനർജി അല്ലേ? NSനും N-1Dക്കും കമ്പാരബിൾ എനർജി ആണെന്ന് പണ്ടേ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഇയറിലേ പഠിച്ചിട്ടുണ്ട്. Therefore, in addition to NS electron, N-1D electrons also participate in metallic bonding. ഓക്കെ. പിന്നെ മാംഗനീസ് ഇല്ലേ, മാംഗനീസിന് സാധാരണ ഇത് വിചാരിച്ചത്ര മെൽറ്റിംഗ് പോയിൻ്റ് ഇല്ല. അതിന് കാരണം എന്താ? കാരണം മാംഗനീസിന് 4s2 3d5 ആണ്. അപ്പോൾ സ്റ്റേബിൾ അല്ലേ? സ്റ്റേബിൾ ആണെങ്കിൽ ആ ഇലക്ട്രോണിന് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാനുള്ള താല്പര്യം കുറയും. മനസ്സിലായോ? 4s2 3d5 എന്ന് പറഞ്ഞാൽ D5 ഹാഫ് ഫിൽഡായി, S2 കംപ്ലീറ്റ് ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാനുള്ള താല്പര്യം കുറയും, 5 ഇലക്ട്രോൺ അൺപെയ്ഡ് ഉണ്ടെങ്കിലും. അതുകൊണ്ടാണ് മാംഗനീസിനും അതുപോലെ തന്നെ ഇത് ടെക്നീഷ്യം, അതിന് താഴെയുള്ള ടെക്നീഷ്യാണ്, ഇത് ടൈറ്റാനിയം എന്നാണ് ഉള്ളത്, ഒന്ന് കറക്റ്റ് ചെയ്യുക. മാംഗനീസ് ആൻഡ് ടെക്നീഷ്യം TC കേട്ടോ. മാംഗനീസ് ആൻഡ് ടെക്നീഷ്യം. മാംഗനീസ് നമുക്ക് ആവശ്യമുള്ളൂ. ഹാവ് അബ്നോർമലി ലോ മെൽറ്റിംഗ് പോയിൻറ്റ് ഡ്യൂ ടു സ്റ്റേബിൾ S2D5 കോൺഫിഗറേഷൻ. ഓക്കെ, സ്റ്റേബിൾ S2D5 കോൺഫിഗറേഷൻ. ക്ലിയർ ആയല്ലോ? ഇനി ഇൻ 3D സീരീസ് ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിൻറ്റ് ഫോർ ക്രോമിയം. എന്താ 3D സീരീസിൽ ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിൻറ്റ് ആർക്കാണ്? ക്രോമിയം. എന്താ ഇതിന് കാരണം? കാരണം അതിന് 4s1 3d5 ആണ്. 4s1 3d5 എന്ന് പറഞ്ഞാൽ 4s1ൽ ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ, 3d5ൽ 5 ഇലക്ട്രോൺ അൺപെയ്ഡ്, അപ്പോൾ ടോട്ടൽ 6 ഇലക്ട്രോൺ അൺപെയ്ഡ് ആയി കേട്ടോ. അപ്പോൾ ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിൻറ്റ് 3D സീരീസ് ആർക്കാ? ക്രോമിയത്തിലാണ് കേട്ടോ. ഇനിയോ ഡൗൺ ദി ഗ്രൂപ്പ് മെൽറ്റിംഗ് പോയിൻറ്റ് ഇൻക്രീസസ്. ഡൗൺ ദി ഗ്രൂപ്പ് മെൽറ്റിംഗ് പോയിൻറ്റ് ഇൻക്രീസസ്. മെൽറ്റിംഗ് പോയിൻറ്റ് വാല്യൂസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡൗൺ ദി ഗ്രൂപ്പ് മെൽറ്റിംഗ് പോയിൻറ്റ് ഇൻക്രീസസ്. ക്ലിയർ ആയല്ലോ? ഡൗൺ ദി ഗ്രൂപ്പ് മെൽറ്റിംഗ് പോയിൻറ്റ് ഇൻക്രീസസ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മെൽറ്റിംഗ് പോയിൻറ്റ് വാല്യൂ നോക്കിയിട്ട് ഓർഡർ ആക്കാം കേട്ടോ. ഓക്കെ, ആ മെൽറ്റിംഗ് പോയിൻറ്റ് വാല്യൂ നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ ആക്കിയാൽ നല്ലതാണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിൻറ്റ് 3D സീരീസിൽ ക്രോമിയത്തിലാണ്. ഞാനൊരു ഓർഡർ ആക്കിയിട്ടുണ്ട്. മെൽറ്റിംഗ് പോയിൻറ്റ് ഇൻക്രീസിങ് ഓർഡർ കണ്ടോ? ഏറ്റവും കുറവ് കോപ്പർ, കോപ്പർ ലെസ് ദാൻ മാംഗനീസ്, ലെസ് ദാൻ നിക്കൽ, ലെസ് ദാൻ കൊബാൾട്ട്, ലെസ് ദാൻ അയേൺ, ലെസ് ദാൻ ടൈറ്റാനിയം, ലെസ് ദാൻ വനേഡിയം, ലെസ് ദാൻ ക്രോമിയം. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഓർഡറാണ്. അത് പഠിക്കണം കേട്ടോ. അത് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി പിന്നെ ഇൻ 3D സീരീസ് ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിൻറ്റ് ഫോർ കോപ്പർ. എന്താ കാരണം? കോപ്പറിൻ്റെത് 4s1 3d10 ആണ്. 4s1 3d10. അപ്പോൾ ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിൻറ്റ് ഫോർ ഇൻ 3D സീരീസ് ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിൻറ്റ് ഫോർ കോപ്പർ അല്ലേ? അതിൽ എന്താണ്? കോപ്പറിൻ്റെത് 4s1 3d10 ആണ്. ക്ലിയർ ആയല്ലോ? 4s1 3d10. സിങ്ക് വോളട്ടൈൽ മെറ്റലാണ്, അതുകൊണ്ട് അതിന് മെൽറ്റിംഗ് പോയിൻറ്റ് കൊടുത്തിട്ടില്ല. പിന്നെ ആകെ ഒരു ഇലക്ട്രോൺ അൺപെയ്ഡ് മാത്രമേ എഴുതിനുള്ളൂ, അത് 4sലാണ് കേട്ടോ. 3Dയിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ല. പിന്നെ ഡൗൺ ദി ഗ്രൂപ്പ് മെൽറ്റിംഗ് പോയിൻറ്റ് ഇൻക്രീസസ്. അത് ഗ്രാഫിലുണ്ട് കേട്ടോ. അടുത്ത പേജിൽ ഗ്രാഫിലുണ്ട്. അടുത്ത പേജിലെ ഗ്രാഫ് വേണമെന്ന് നോക്കിയേ. അതിൽ 3D ഉണ്ട്, 4D ഉണ്ട്, 5D ഉണ്ട്. പക്ഷേ എല്ലാം കറക്റ്റ് ഓർഡർ ഒന്നല്ല. എന്നാലും നിങ്ങൾ നോക്കിയേ, ഏറ്റവും കുറഞ്ഞ മെൽറ്റിംഗ് പോയിൻറ്റ് സിൽവറിനാണ് ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ? സിൽവർ മനസ്സിലായല്ലോ? ഏറ്റവും താഴെ. പിന്നെ മെൽറ്റിംഗ് പോയിൻറ്റ് ഗോൾഡ് ഉണ്ട്, പിന്നെയോ കോപ്പർ ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് മാംഗനീസ്. ഇതൊക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിൻറ്റ് ടേബിൾ പ്രകാരം കൊടുത്തത് ടങ്സ്റ്റൺ ആണ് അല്ലേ? ടങ്സ്റ്റൺ കഴിഞ്ഞാൽ റീനിയം ഉണ്ട്, പിന്നെ ടെൻഡാലം ഉണ്ടോ? ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആ വാല്യൂസൊക്കെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ വരാം. അത് ആ ടേബിൾ ഒന്ന് മനസ്സിൽ ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഓക്കെ, നമ്മൾ പൊതുവേ ചോദിച്ചു കഴിഞ്ഞാൽ 3Dയേക്കാൾ കൂടുതൽ മെൽറ്റിംഗ് പോയിൻറ്റ് 4D, 4Dയേക്കാൾ കൂടുതൽ 5D. എല്ലാം കറക്റ്റ് അല്ല, പക്ഷേ പൊതുവേ ചോദിച്ചാൽ അങ്ങനെ പറയണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കുക. വൈ ഡു ദി ട്രാൻസിഷൻ എലമെൻറ്റ്സ് എക്സിബിറ്റ് ഹയർ എൻതാൽപ്പീസ് ഓഫ് അറ്റമൈസേഷൻ? എൻതാൽപ്പീസ് ആറ്റമൈസേഷൻ എന്ന് പറഞ്ഞത് വേറൊരു ടേമാണ്, എൻതാൽപ്പീസ് ആറ്റമൈസേഷൻ. അപ്പോൾ ഈ എൻതാൽപ്പീസ് ആറ്റമൈസേഷൻ ഏതിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? എന്താ എൻതാൽപ്പീസ് ആറ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ? അതിന് ഒരു മെറ്റലിനെ സോളിഡ് സ്റ്റേറ്റിനെ ഡയറക്റ്റായിട്ട് അതിന് വേപ്പർ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എനർജിയാണെന്ന് വിളിക്കൽ എൻതാൽപ്പി ആറ്റമൈസേഷൻ. സോളിഡ് സ്റ്റേറ്റിലൊരു മെറ്റലിനെ അതിൻ്റെ വേപ്പർ സ്റ്റേറ്റ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടുന്ന എനർജിക്കാണ് എൻതാൽപ്പി ആറ്റമൈസേഷൻ എന്ന് പറയുന്നത്. അതും ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും?
മെറ്റാലിക് ബോണ്ടിങ്ങിൻ്റെ സ്ട്രെങ്ത്തിന് ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. അപ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോൺസ് കൂടുതലുണ്ട്, സ്ട്രോങ് മെറ്റാലിക് ബോണ്ടിങ് ആണ്, അതുകൊണ്ട് എൻതാൽപ്പി ആറ്റമൈസേഷൻ കൂടുതലാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ആൻസർ ബിക്കോസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇൻ ദർ ആറ്റംസ് ദേ ഹാവ് സ്ട്രോങ് ഇന്റർ ആറ്റോമിക് interaction and hence stronger bonding between atoms resulting in higher enthalpies of atomization. In text question ആണ്, അതേപോലെ അതിൻ്റെ ഉത്തരവ് അതേപോലെ ഉണ്ട്. ഓക്കെ, പിന്നെ അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനി ലോവസ്റ്റ് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ ഫോർ സിങ്ക് കേട്ടോ. ഏറ്റവും കുറഞ്ഞ എൻതാൽപ്പി ആറ്റമൈസേഷൻ വേഗത്തിൽ വേപ്പറായി മാറുന്നത് സിങ്ക് ആണ്. അതിന് കാരണം അതിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ ലോവസ്റ്റ് എൻതാൽപ്പി ആറ്റമൈസേഷൻ ഫോർ സിങ്ക് ഡ്യൂ ടു ദി ആബ്സെൻസ് ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് അല്ലേ, അതായത് മെറ്റാലിക് ബോണ്ടിങ് ഇല്ല കേട്ടോ. എൻതാൽപ്പി ആറ്റമൈസേഷൻ ഡിക്രീസിങ് ഓർഡറിൽ ഞാൻ ആ വാല്യൂ നോക്കിയിട്ട് എഴുതിയിട്ടുണ്ട്, അതൊന്ന് പഠിച്ചാൽ നല്ലതാണ്. വനേഡിയം ഗ്രേറ്റർ ദാൻ ടൈറ്റാനിയം, ഗ്രേറ്റർ ദാൻ നിക്കൽ, ഗ്രേറ്റർ ദാൻ കൊബാൾട്ട്, ഗ്രേറ്റർ ദാൻ അയേൺ, ഗ്രേറ്റർ ദാൻ ക്രോമിയം, ഗ്രേറ്റർ ദാൻ കോപ്പർ, ഗ്രേറ്റർ ദാൻ സ്കാൻഡിയം, ഗ്രേറ്റർ ദാൻ മാംഗനീസ്, ഗ്രേറ്റർ ദാൻ സിങ്ക്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഏറ്റവും കുറഞ്ഞത് സിങ്കിനാണ്, ഏറ്റവും കൂടുതൽ വനേഡിയത്തിനാണ്. ഇനി ഏറ്റവും കൂടുതൽ എൻതാൽപ്പി ആറ്റമൈസേഷൻ ഏറ്റവും കൂടുതൽ 5D സീരീസിനാണ്, പിന്നെ 4D, പിന്നെ 3D കേട്ടോ. 5D, 4D, 6D അതാണ് ആ ടേബിളിൽ കാണാം കേട്ടോ. 5D, 4D, 6D ആണ് ഓർഡർ. വളരെ പെർഫെക്റ്റ് ആയിട്ട് ആ ഓർഡർ ശരിയാണെന്നില്ല. 6D-ത്തെ എലമെൻറ്റിന് ഏറ്റവും കുറഞ്ഞ എൻതാൽപ്പി ആറ്റമൈസേഷനൊക്കെ കാണുന്നുണ്ട് ഇല്ലേ ഗ്രാഫിൽ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നോക്കിയാൽ മതി. ക്ലിയർ. അടുത്ത അയോണൈസേഷൻ എൻതാൽപ്പിയാണ്. അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ലൂസ്ലി ബൗണ്ടഡ് ആയ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടുന്ന എനർജി എന്ത് വിളിക്കും? അയോണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ അത് പിന്നെ ഒരു ഇറഗുലർ ട്രെൻഡാണ് കാണിക്കുന്നത്. ഇതിൽ അയോണൈസേഷൻ എൻതാൽപ്പിക്ക് ഇറഗുലർ ട്രെൻഡാണ് കാണിക്കുന്നത്. അപ്പോൾ I1 ഹയസ്റ്റ് സിങ്കിനാണ്. എന്താ കാരണം? സിങ്കിൻ്റെ കോൺഫിഗറേഷൻ 3D സീരീസിൽ ഹയസ്റ്റ് ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി സിങ്കിനാണ്. ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ വേണ്ടി എനർജി. അപ്പോൾ സിങ്കിന് 4s2 3D10 ആ കോൺഫിഗറേഷൻ. 3D10 അല്ലേ, 4s2 3D10. അപ്പോൾ കംപ്ലീറ്റ്ലി ഫിൽഡാണ്. അതുകൊണ്ട് ഹയസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി I1 ആർക്കാണ്? സിങ്കിനാണ്. അതുപോലെ I2 ഹയസ്റ്റ് കോപ്പറിനാണ്. കാരണം കോപ്പറിൻ്റെത് 4s1 3D10 ആണ്. ആ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്താൽ 3D10 ആവും. പിന്നെ അടുത്ത ഇലക്ട്രോൺ റിമൂവ് ചെയ്യേണ്ടത് 3D10 എന്നാണ്. മനസ്സിലായി? അപ്പോൾ 3D10 എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ അല്ലേ. അപ്പോൾ സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി ഹയസ്റ്റ് ആർക്കാണ്? കോപ്പറിനാണ്. ഓക്കെ, പിന്നെ I1ൻ്റെ ഒരു ഓർഡർ ഞാൻ എഴുതിയിട്ടുണ്ട്. വാല്യൂ ടെക്സ്റ്റ് ബുക്കിലെ വാല്യൂ നോക്കിയിട്ട് എഴുതിയാണ്. നോക്കിയേ, സിങ്ക് ഗ്രേറ്റർ ദാൻ കൊബാൾട്ട്, ഗ്രേറ്റർ ദാൻ അയേൺ, ഗ്രേറ്റർ ദാൻ കോപ്പർ, ഗ്രേറ്റർ ദാൻ നിക്കൽ, ഗ്രേറ്റർ ദാൻ മാംഗനീസ്, ഗ്രേറ്റർ ദാൻ ടൈറ്റാനിയം, ഗ്രേറ്റർ ദാൻ ക്രോമിയം, ഗ്രേറ്റർ ദാൻ വനേഡിയം. കേട്ടില്ലേ? ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ ആവശ്യമുണ്ട്. വനേഡിയത്തിനാണ് ഏറ്റവും കുറവ്, കൂടുതൽ ആർക്ക്? സിങ്കിന്. I2 ഏറ്റവും കൂടുതൽ കോപ്പറാണെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു ഓർഡർ ആക്കിയിട്ടുണ്ട് ഞാൻ. കോപ്പർ ഗ്രേറ്റർ ദാൻ നിക്കൽ, ഗ്രേറ്റർ ദാൻ സിങ്ക്, ഗ്രേറ്റർ ദാൻ കൊബാൾട്ട്, ഗ്രേറ്റർ ദാൻ ക്രോമിയം, ഗ്രേറ്റർ ദാൻ അയേൺ, ഗ്രേറ്റർ ദാൻ മാംഗനീസ്, ഗ്രേറ്റർ ദാൻ വനേഡിയം, ഗ്രേറ്റർ ദാൻ ടൈറ്റാനിയം. പിന്നെ I2ന് ഒരു ചെറിയൊരു ഓർഡർ, നിക്കൽ ലെസ് ദാൻ കോപ്പർ, ഗ്രേറ്റർ ദാൻ സിങ്ക്. നിക്കൽ ലെസ് ദാൻ കോപ്പർ, ഗ്രേറ്റർ ദാൻ സിങ്ക്. അതിൽ വനേഡിയം ലെസ് ദാൻ ക്രോമിയം, ഗ്രേറ്റർ ദാൻ മാംഗനീസ് കേട്ടോ. വനേഡിയം ലെസ് ദാൻ ക്രോമിയം, ഗ്രേറ്റർ ദാൻ മാംഗനീസ്. എവിടെയെങ്കിലും ഒരു ഓർഡർ കണ്ടാൽ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എഴുതിയിട്ട്. I3 ഹയസ്റ്റ് സിങ്കിനാണ്. എന്താ കാരണം? I3 എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ഇലക്ട്രോൺ റിമൂവ് ചെയ്യണം. 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്താൽ 3D10 ആവും. സിങ്ക് 3D10 ആവും. അപ്പോൾ മൂന്നാമത്തെ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വാല്യൂ ഉൾപ്പെടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഫ്രം കട്ട് ചെയ്തേ. ഫ്രം സ്കാൻഡിയം ടു സിങ്ക് I3 ഇൻക്രീസസ് നില കട്ട് ചെയ്തേ. അത് ഒരു ജനറൽ സെൻറ്റൻസ് എഴുതാൻ വിചാരിച്ചാണ്, പക്ഷെ അത് ശരിയല്ല എന്ന് വാല്യൂസ് നോക്കിയപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് മാംഗനീസ് 2+ 3D5 ആണ്. അപ്പോൾ മാംഗനീസ് 3+ ആകുമ്പോൾ 3D4 ആവും കേട്ടോ. മാംഗനീസിൻ്റെത് 4s2 3D5 ആണ്, പക്ഷേ മാംഗനീസ് 2+ 3D5 ആണ്. അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്, കാരണം സ്റ്റേബിൾ അല്ലേ. പക്ഷേ Fe2+ഓ 3D6 ആണ്. അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോൾ 3D5 ആവാൻ വേഗം സ്റ്റേബിൾ ആവും. അപ്പോൾ സ്റ്റേബിൾ ആവുന്നത് കൊണ്ട് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? മാംഗനീസിൻ്റെ I3 ഏതിനേക്കാൾ കൂടുതലാണ്? അയേണിൻ്റെ I3യേക്കാൾ കൂടുതലാണ് കേട്ടോ. തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി മാംഗനീസ് ഗ്രേറ്റർ ദാൻ അയേൺ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ദെൻ
ഇനി ഇറഗുലർ ട്രെൻഡ് അല്ലേ അയോണൈസേഷൻ എൻതാൽപ്പി കാണുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കാരണം സാധാരണ ജനറൽ കോൺഫിഗറേഷൻ S2 എഴുതാം. S2DN ആണ് കോൺഫിഗറേഷൻ. S2DN. ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് എന്തായി മാറും? -1 ഇലക്ട്രോൺ എന്തായി മാറും? S1DN ആയി മാറും. പക്ഷേ ഈ S1DN എന്നത് ശരിക്കും എങ്ങനെ ബിഹേവ് ചെയ്യാൻ അറിയോ? S0DN+1 ആയിട്ടാണ് ബിഹേവ് ചെയ്യൽ. ഓക്കെ, എനർജിയിൽ റീഓർഗനൈസേഷൻ സംഭവിക്കും. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഒരു ഉദാഹരണം എടുത്താലേ, അതായത് ഈ S0DN+1 സ്റ്റേബിൾ ആണെങ്കിൽ എന്താ അർത്ഥം? അയണൈസേഷൻ എൻതാൽപ്പി കുറവായിരിക്കും, വേഗത്തിൽ ഇലക്ട്രോൺ റിമൂവ് ചെയ്യും. S0DN+1 സ്റ്റേബിൾ ഏതാണെന്ന് നോക്കണം. രണ്ടെണ്ണം കമ്പയർ ചെയ്തിട്ട് ഏതാണ് കൂടുതൽ നോക്കുക. S0DN+1 സ്റ്റേബിൾ ഏതാണോ അതിനാണ് കുറഞ്ഞ അയണൈസേഷൻ എൻതാൽപ്പി. S0DN+1 സ്റ്റെബിലിറ്റി കുറഞ്ഞത് ഏതാണോ അതിനാണ് അയണൈസേഷൻ എൻതാൽപ്പി കൂടുതൽ. കാരണം അങ്ങനെ റിമൂവ് ചെയ്യാൻ കൂടുതൽ എനർജി വേണം. അൺസ്റ്റേബിൾ ആവാനല്ലേ പോണ്. സ്റ്റേബിൾ ആവാൻ പോവുകയാണെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി കുറയും. അൺസ്റ്റേബിൾ ആവാൻ പോവുകയാണെങ്കിലോ അയണൈസേഷൻ എൻതാൽപ്പി കൂടും. മനസ്സിലായോ? അപ്പോൾ അതിന് ഒരു ഉദാഹരണം നോക്കുക. ഇവിടെ ടൈറ്റാനിയം വനേഡിയാണ് കൊടുത്തിട്ടുള്ളത്. ടൈറ്റാനിയത്തിൻ്റെ കോൺഫിഗറേഷൻ 4s2 3d1 ആണ്. 4s2 3d1. അത് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്താൽ 4s1 3d1 ആയി മാറും. പക്ഷേ ആ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്താൽ 4s1 3d1 ഉള്ളത് 3d2 ആയി മാറും. അപ്പോൾ 2 അൺപെയ്ഡ് ഇലക്ട്രോൺ. ശരിയല്ലേ? ഇനി വനേഡിയം എന്ന് പറയുമ്പോൾ 4s2 3d3 ആണ് ശരിക്കും വനേഡിയം. ടൈറ്റാനിയം തെറ്റിപ്പോയി. ടൈറ്റാനിയം 4s2 3d2 ആണ്. അത് 3d3 ആയി ബിഹേവ് ചെയ്യും. 3 അൺപെയ്ഡ് ഇലക്ട്രോൺ കേട്ടോ. വനേഡിയം 4s2 3d3 ആണ്. അത് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ 4s1 3d3 ആവും. അത് ആക്ച്വലായിട്ട് 4s0 3d4 ആവും കേട്ടോ. ബിഹേവ് ചെയ്യുന്നത് 4s0 3d4 ആണ്. 3d4 4 അൺപെയ്ഡ് ഇലക്ട്രോൺ, 3d3 3 അൺപെയ്ഡ് ഇലക്ട്രോൺ. അപ്പോൾ 3d4 ആണ് സ്റ്റേബിൾ ആവുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കുറയും. അപ്പോൾ വനേഡിയത്തിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി ടൈറ്റാനിയത്തിനേക്കാൾ കുറവാണ്. മനസ്സിലായില്ലേ? വനേഡിയത്തിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി ടൈറ്റാനിയത്തിനേക്കാൾ കുറവാകാനുള്ള കാരണം ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ S1D3 എന്നുള്ളത് S0D4 ആയി മാറി. അപ്പോൾ 4 അൺപെയ്ഡ് ഇലക്ട്രോൺ. അപ്പോൾ അതാണ് സ്റ്റേബിൾ. മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് വനേഡിയം എന്താണ്? വനേഡിയത്തിന് ഏതിനേക്കാൾ കുറവാണ്? ലെസ് ദാൻ ടൈറ്റാനിയം. അടുത്തടുത്തത് മാത്രമേ ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റൂ കേട്ടോ. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ റീസൺ മനസ്സിലായി വിചാരിക്കണേ. ഇനി E0M2+M ഉണ്ടല്ലേ? E0M2+M. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് ഉദ്ദേശിക്കുന്നത് E0M2+M. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൽ ആദ്യം M സോളിഡ് ഉണ്ടാവും. ആ M സോളിഡ് M ഗ്യാസ് ആവുന്നതിനെ നമ്മൾ എൻതാൽപ്പി ആറ്റമൈസേഷൻ വിളിക്കും, ΔHA. ആ M ഗ്യാസ് ഇലക്ട്രോൺ ലൂസ് ചെയ്താൽ M+ ഗ്യാസ് ആവും. ഇതിനെ IE1 എന്ന് വിളിക്കും. M+ ഗ്യാസ് വീണ്ടും ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ IE2 എന്ന് വിളിക്കും. M2+ ഗ്യാസ് പ്ലസ് ഇലക്ട്രോൺ. ഇനി M2+ ഗ്യാസ് പ്ലസ് സോൾവെൻറ്റ് വാട്ടർ ഗീവ്സ് M2+ അക്വസ്. ഇതാണ് ΔHH, അതായത് ഹൈഡ്രേഷൻ എൻതാൽപ്പി. ഇത്രയും ടേംസ് ആണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം M വേഗം M2+ ആവണമെങ്കിൽ ΔHA കുറയണം, IE1 കുറവ് വേണം, IE2 കുറവ് വേണം, എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ കൂടുതൽ വേണം. ഈ ഹൈഡ്രേഷൻ ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടുതൽ വേണം. മനസ്സിലായോ? എന്നാലേ ഇത് വേഗം M2+ ആവില്ല. പക്ഷേ നമുക്ക് M2+ M ആവുകൊണ്ട് റിഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നേരെ റിവേഴ്സ്. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് ഏതാണ്? ഇതിന് നേരെ റിവേഴ്സ് പറഞ്ഞാൽ E0M2+M. മനസ്സിലായോ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അത് ഇത് നേരത്തെ കുറവല്ലേ വേണ്ടത്, അപ്പോൾ കൂടുതലാവണം. അപ്പോൾ പ്രപ്പോർഷണൽ ടു എൻതാൽപ്പി ആറ്റമൈസേഷൻ. അതുപോലെ പ്രപ്പോർഷണൽ ടു IE1 + IE2, സം ഓഫ് IE1 + IE2 കേട്ടോ. പിന്നെ പ്രപ്പോർഷണൽ ടു ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ എൻതാൽപ്പി. ഇത്രയും സാധനങ്ങളാണ്. അതിനനുസരിച്ചാണ് വാല്യൂ ഉണ്ടാവുക കേട്ടോ.
റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ വേണമെങ്കിൽ എൻതാൽപ്പി ആറ്റമൈസേഷൻ കൂടുതൽ വേണം, IE1 + IE2 കൂടുതൽ വേണം, പക്ഷേ ഹൈഡ്രേഷൻ എൻതാൽപ്പി കുറവ് വേണം. മനസ്സിലായല്ലോ? ഇനി അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ E0M2+M പോസിറ്റീവ് ഒറ്റൊന്നിനേ ഉള്ളൂ, കോപ്പറിന് മാത്രം കേട്ടോ. കോപ്പറിന് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അതിന് കാരണം IE1 + IE2 ഏറ്റവും കൂടുതൽ കോപ്പറിനാണ്. IE1ഉം IE2ഉം കൂട്ടിയാലുള്ള വാല്യൂ ഏറ്റവും കൂടുതൽ കോപ്പറിനാണ്. മനസ്സിലായല്ലോ? പിന്നെ ഇറഗുലാരിറ്റി ഇൻ E0 വാല്യൂസ് ഡ്യൂ ടു ഇറഗുലർ വേരിയേഷൻ ഓഫ് IE1 + IE2. അത് നേരത്തെ പറഞ്ഞില്ലേ, IE1ഉം IE2ഉം നമ്മൾ പറഞ്ഞതുപോലെ അല്ലല്ലോ വേരിയേഷൻ. ഓർമ്മയില്ലേ, S2 DN S1 DN ആയി മാറിയ ശേഷം റീഓർഗനൈസേഷൻ നടന്നിട്ട് S0 DN+1 ആയി. അപ്പോൾ അതേതാണ് സ്റ്റേബിൾ അൺസ്റ്റേബിൾ നോക്കിയിട്ടില്ലേ IE1 നിൽക്കൽ. അപ്പോൾ IE1 + IE2 വാല്യൂ ഇറഗുലർ ആയതുകൊണ്ടാണ് ഇറഗുലർ E0 വാല്യൂ കിട്ടിയത് കേട്ടോ. ക്ലിയർ ആയല്ലോ? ഇനി അപ്പോൾ അത്രയും ഓർമ്മിക്കുക. കോപ്പറിന് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കിയുള്ളതിൻ്റെ വാല്യൂസ് അതിൽ എഴുതിയിട്ടുണ്ട്. എല്ലാം മൈനസ് ആണ്. -1.63 ആണ് ആദ്യത്തത് കേട്ടോ. ടൈറ്റാനിയം എല്ലാം മൈനസ് ആണ്. ഒന്ന് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. ഏത് മാത്രം? കോപ്പർ മാത്രം. കേട്ടില്ലേ? ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇറഗുലാരിറ്റി എന്തുകൊണ്ട് ചോദിച്ചാലോ, ഇറഗുലാരിറ്റി എന്തുകൊണ്ടാണ്? IE1 ഒബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ അതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ളൂ. കേട്ടില്ലേ? ഇനി അടുത്ത് E0M3+M2+. E0M3+M2+. യെസ്, അപ്പോൾ ഒബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ്. E0M3+M2+. നെഗറ്റീവ് ഉള്ളത് ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം. ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം. ഓക്കെ, ആ നെഗറ്റീവ് വാല്യൂ ഏറ്റവും കൂടുതലുള്ളത് ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയത്തിനാണ്. പിന്നെ ടൈറ്റാനിയത്തിനാണ്. ഏറ്റവും കുറവ് ഏതിനാണ്? വനേഡിയം. അപ്പോൾ E0M3+M2+. നെഗറ്റീവ് ഫോർ ഏതൊക്കെ? ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം. വാല്യൂ ഒന്നും പഠിക്കണമെന്നില്ല. നെഗറ്റീവ് വാല്യൂ ഇൻ ദി ഡിക്രീസിങ് ഓർഡർ. അങ്ങനെ പഠിച്ചത് നെഗറ്റീവ് വാല്യൂ ഇൻ ദി ഡിക്രീസിങ് ഓർഡർ. നെഗറ്റീവ് വാല്യൂ ഡിക്രീസിങ് ഓർഡറിൽ പഠിക്കാൻ എളുപ്പമൊഴി പറഞ്ഞുതരാം. ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം അല്ലേ? അതിൽ ആദ്യം ക്രോമിയത്തിനാണ് കൂടുതൽ, പിന്നെ ആദ്യത്തെ ടൈറ്റാനിയം, നടുക്കത്തെ ലാസ്റ്റ് കേട്ടോ. അങ്ങനെ ഓർമ്മിച്ചാൽ മതി. ക്രോമിയം, ടൈറ്റാനിയം, വനേഡിയം. ഇനി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നെഗറ്റീവ് വാല്യൂ കൂടുതലാണ് അർത്ഥം വേഗം M3+M2+ ആവില്ല. M3+ വേഗം M2+ ആവും ഇപ്പോൾ കൂടുതൽ വാല്യൂ ഉണ്ടെങ്കിൽ. പക്ഷേ നെഗറ്റീവ് വാല്യൂ കൂടുന്തോറും M3+ പെട്ടെന്ന് M2+ ആവില്ല. അതിൻ്റെ അർത്ഥം M2+ പെട്ടെന്ന് M3+ ആവും. എന്ന് പറഞ്ഞാൽ M2+ ഓക്സിഡൈസ്ഡ് M3+ ആവും. മനസ്സിലായോ? അപ്പോൾ M2+ ഓക്സിഡൈസ്ഡ് M3+ ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതിൻ്റെ അർത്ഥം എന്താണ്? ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വാല്യൂ ക്രോമിയം ആയതുകൊണ്ട് ഏറ്റവും സ്റ്റേബിളായ അയോൺ ഏതായിരിക്കും? ക്രോമിയം 3+ ആയിരിക്കും. 3+ൽ ഏറ്റവും സ്റ്റേബിൾ ക്രോമിയം 3+ ആയിരിക്കും. മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്രോമിയം 2+ പെട്ടെന്ന് ക്രോമിയം 3+ ആവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഓക്സിഡൈസ് ചെയ്യും. അപ്പോൾ റെഡ്യൂസിങ് ഏജൻ്റായി. അപ്പോൾ ക്രോമിയം 2+ പെട്ടെന്ന് ക്രോമിയം 3+ ആവും എന്ന് പറഞ്ഞാൽ ക്രോമിയം 2+ ഓക്സിഡൈസ് ചെയ്ത് ക്രോമിയം 3+ ആവും. അതിൻ്റെ അർത്ഥം അത് ഓക്സിഡൈസ് ചെയ്തു. അതിൻ്റെ അർത്ഥം അത് റെഡ്യൂസിങ് ഏജൻ്റായി. അപ്പോൾ Cr2+ ആണ് സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ് കേട്ടോ. അപ്പോൾ റെഡ്യൂസിങ് പവറിൻ്റെ ഓർഡർ ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ Cr2+, പിന്നെ ടൈറ്റാനിയം 2+, പിന്നെ വനേഡിയം 2+. കേട്ടില്ലേ? ഓക്കെ, ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ അങ്ങനെ ഓർമ്മിക്കുക. അപ്പോൾ നെഗറ്റീവ് വാല്യൂ എന്നുള്ള ഐഡിയ കിട്ടിയോ? ഇനി അതേപോലെ തന്നെ ഏത്? യെസ്, E0M3+M2+. പോസിറ്റീവ് ഉള്ള 3 ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. മാംഗനീസ്, അയൺ, കൊബാൾട്ട്. അപ്പോൾ E0M3+M2+. പോസിറ്റീവ് ഫോർ ഏതൊക്കെയാണ്? മാംഗനീസ്, അയൺ ആൻഡ് കൊബാൾട്ട്. മാംഗനീസ്, അയൺ, കൊബാൾട്ട്. അതിൽ പോസിറ്റീവ് വാല്യൂ ഇൻ ഡിക്രീസിങ് ഓർഡർ ചോദിച്ചാലേ നേരത്തെ അതേ ട്രെൻഡാണ്. ഡിക്രീസിങ് ഓർഡർ ചോദിച്ചാൽ ഏതാ ഞാൻ പറഞ്ഞത്? മാംഗനീസ്, അയൺ, കൊബാൾട്ട് അല്ലേ? അതിൽ കൊബാൾട്ടിനാണ് കൂടുതൽ. അത് കഴിഞ്ഞാൽ ആദ്യത്തെ എലമെൻ്റായ മാംഗനീസ്, നടുക്കത്തെ എലമെൻ്റായ അയൺ ലാസ്റ്റ് കേട്ടോ. പോസിറ്റീവ് വാല്യൂ ഇനി നിങ്ങൾക്കത് ഉണ്ടാക്കി എഴുതാം. പോസിറ്റീവ് വാല്യൂ കൂടുതലാണെങ്കിൽ വേഗം M3+M2+ ആവും. വേഗം M3+M2+ ആവും എന്ന് പറഞ്ഞാൽ അവിടെ അയോൺ സ്റ്റേബിൾ ആയത് M3+ ആണ്, M2+ ആണ്, M2+ ആണ്. മനസ്സിലായോ? അപ്പോൾ M3+ വേഗം M2+ ആവും. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് റെഡ്യൂസ് ചെയ്യും. റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് ഏജൻ്റായി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഏത്? ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പിന്നെ ഓക്സിഡൈസിങ് ഏജൻറ്റ് കൊബാൾട്ട് 3+ ആണ്. കൊബാൾട്ട് 3+ ആണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് പവർ. പിന്നെ മാംഗനീസ് 3+, പിന്നെ Fe3+ കേട്ടോ. ഓക്കെ, ഐഡിയ ക്ലിയർ ആയല്ലോ? ഓക്കെ,
ഇനി why Cr2 plus is reducing and Mn2 plus is oxidizing when both have D4 configuration. അതായത് Cr2 പ്ലസും 3D4 ആണ്, Mn2 പ്ലസും 3D4 ആണ്. Mn2 പ്ലസും Cr3 പ്ലസ് അല്ലേ, Cr2 പ്ലസും 3D4 ആണ്. Mn2 പ്ലസ് അല്ല, Mn3 പ്ലസ് ആണ്. അതൊന്ന് കറക്റ്റ് ചെയ്തേ. Cr2 plus is reducing and Mn3 plus is oxidizing when both have D4 configuration. കേട്ടോ, Cr2 plus 3D4 ആണ്, Mn3 plus 3D4 ആണ്. പക്ഷേ ഇത് ഓക്സിഡൈസിങ് ആണ്, ഇത് റെഡ്യൂസിങ് ആണ്. മനസ്സിലായോ? അതിന് കാരണം ഉറപ്പാണ്. E0 Cr3 plus bar Cr2 plus bar Cr2 plus is negative. Cr3 plus bar Cr2 plus is negative. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അർത്ഥം നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അർത്ഥം വേഗം Cr3 plus Cr2 plus ആവില്ല, തിരിച്ച് Cr2 plus പെട്ടെന്ന് എന്തായി മാറും, Cr3 plus ആവും. അതുപോലെ E0 Mn3 plus bar Mn2 plus is പോസിറ്റീവ്. കേട്ടോ, ഈസ് പോസിറ്റീവ്. അതാ കാരണം. ഓക്കെ, അത് ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ആൻസർ കൊടുത്തത് ഏത് കോംപ്ലക്സുമായി ബന്ധപ്പെട്ട T2G EG വെച്ചിട്ടാണ്. അതല്ല ശരി കേട്ടോ. ഓക്കെ, ക്ലിയർ? പൈഡ് ക്ലിയർ ആയല്ലോ. ഇനി പിന്നെ Cu പ്ലസ് 3D10 ആണ്, Cu2 പ്ലസ് 3D9 ആണ്. പക്ഷേ Cu പ്ലസ് ഈസ് മോർ സ്റ്റേബിൾ. കേട്ടോ, Cu പ്ലസ് മോർ സ്റ്റേബിൾ ആണ്, കാരണം Cu പ്ലസ് 3D10 ആണ്, Cu2 പ്ലസോ എന്താണ്, Cu2 പ്ലസ് 3D9 ആണ്. അപ്പോൾ ഏതാ മോർ സ്റ്റേബിൾ? Cu പ്ലസ്. പക്ഷേ Cu2 പ്ലസ് അക്വസ് ആണ് Cu പ്ലസ് അക്വസിനേക്കാൾ സ്റ്റേബിൾ. Cu2 പ്ലസ് അക്വസ് മോർ സ്റ്റേബിൾ ദാൻ Cu പ്ലസ് അക്വസ്. അതിന് കാരണം Cu2 പ്ലസ് അതിനേക്കാൾ ചെറുതാണ്, Cu പ്ലസിനേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് അതിൻ്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടും. കേട്ടോ, Cu2 പ്ലസിൻ്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി Cu പ്ലസിനേക്കാൾ കൂടുതലായതുകൊണ്ടാണ് Cu2 പ്ലസ് അക്വസ് Cu പ്ലസ് അക്വസിനേക്കാൾ സ്റ്റേബിൾ ആയത്. പഠിച്ചോ? അപ്പോൾ Cu പ്ലസ് മോർ സ്റ്റേബിൾ ദാൻ Cu2 പ്ലസ്, ബട്ട് Cu പ്ലസ് അക്വസ് ലെസ് സ്റ്റേബിൾ ദാൻ Cu2 പ്ലസ് അക്വസ്. കേട്ടോ, അപ്പോൾ Cu2 പ്ലസ് അക്വസ് കൂടുതൽ സ്റ്റേബിൾ ആവാൻ കാരണം ഡ്യൂ ടു ഹൈ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഓഫ് Cu2 പ്ലസ് അയോൺ. ഓക്കെ, പിന്നെ അടുത്ത ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഒരു യൂണിറ്റ് വ്യത്യാസമുള്ള പല ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതിന് കാരണം എന്താണ്, NS ഇലക്ട്രോൺ കൂടാതെ N-1 D ഇലക്ട്രോണിനും ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ പറ്റും. അതന്നെ കാരണം. കേട്ടോ, വൈ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എക്സിബിറ്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ദി ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ് ഈസ് NS1 to 2, N-1 D1 to 10. NS1 to 2, N-1 D1 to 10. പിന്നെ NS and N-1 D orbitals have comparable energy. NS and N-1 D orbitals have comparable energy. അല്ലേ? NS and N-1 D orbitals have comparable energy. Therefore, in addition to NS electron, N-1 D electrons can also participate in bonding. In addition to NS electron, N-1 D electron can also participate in bonding. Clear ആയല്ലോ? അത് നോട്ടിൽ എഴുതിയിട്ടുണ്ട്. ഇനി സ്കാൻഡിയം, ഇട്രിയം, ലന്താനം, ആക്ടീനിയം, അതുപോലെ സിങ്ക്. കേട്ടോ, സ്കൈലാക്ക് എന്ന് വിളിക്കാം. സ്കൈലാക്ക്, സ്കാൻഡിയം, ഇട്രിയം, ലന്താനം, ആക്ടീനിയം ആൻഡ് സിങ്ക്. അത് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്ത എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഡു നോട്ട് എക്സിബിറ്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കിട്ടില്ലേ? ഇനി ഈ ടേബിളിൽ, അടുത്ത ടേബിളിൽ നോക്കിയേ, ഓരോന്നിൻ്റെയും സ്കാൻഡിയത്തിന് +3 മാത്രം. കണ്ടില്ലേ? ടൈറ്റാനിയത്തിന് +2, +3, +4. പക്ഷേ അതിൽ കുറച്ചും കൂടെ പിന്നെ ബോൾഡായിട്ട് +4 കൊടുത്ത്, ബോൾഡായത് ഏറ്റവും സ്റ്റേബിൾ ആയത്, അത് പഠിച്ചു വെച്ചാൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ടൈറ്റാനിയത്തെ ഏറ്റവും സ്റ്റേബിൾ +4, വനിയെടുത്ത് ഏറ്റവും സ്റ്റേബിൾ +5, പിന്നെ ക്രോമിയത്തെ ഏറ്റവും സ്റ്റേബിൾ +6, +3, +6, പിന്നെ മാംഗനീസിന് +2, +7, പിന്നെ അയേണിന് +2, +3, കൊബാൾട്ടിന് +2, +3, ദെൻ നിക്കലിന് +2, കോപ്പറിന് +2, അതുപോലെ സിങ്കിന് +2. കണ്ടില്ലേ നിങ്ങൾ? ആ ബോൾഡായത് നോക്കിയിട്ട് ടെക്സ്റ്റ് ബുക്കിലത്തെ അതേ ടേബിളാണ്. ഓക്കെ, പിന്നെ അപ്പോൾ ഐഡിയ ക്ലിയർ ആയല്ലോ? യെസ്. ഞാൻ ശ്രദ്ധിക്കാം, പി ബ്ലോക്ക് എലമെൻസിൽ ഇനേർട്ട് പെയർ എഫക്റ്റ് ഉണ്ട്. താഴോട്ട് വരുന്നതോറും ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി
കൂടിക്കൊണ്ട് വരുന്നുണ്ട്. ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. നമ്മൾ പഠിച്ചല്ലേ പി ബ്ലോക്കിൽ. ഓക്കെ. എന്നാൽ അതിന് നേരെ വിപരീതമായിട്ട് ഏത് ഡൗൺ ദി ഗ്രൂപ്പ് ഡി ബ്ലോക്കിൽ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി കൂടിക്കൊണ്ട് വരും. കേട്ടല്ലോ? ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി ഡൗൺ ദി ഗ്രൂപ്പ് കൂടിക്കൊണ്ട് വരും. ക്ലിയർ? അപ്പോൾ പി ബ്ലോക്കിൽ ഇനേർട്ട് പെയർ എഫക്റ്റ് കൊണ്ട് ലോവർ ഓക്സിഡേഷൻ സ്റ്റെബിലിറ്റി താഴോട്ട് വരുന്നത് കൂടിക്കൊണ്ട് വരുന്നത് പോലെ തന്നെ ഡി ബ്ലോക്കിൽ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി താഴോട്ട് വരുന്നതോട് കൂടിക്കൊണ്ട് വരും. ഓക്കെ, ക്ലിയർ?